ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള പാൽപ്പേട നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് വേറൊരു ചേരുവയുടെ ആവശ്യമില്ല. വെറും പാലും പഞ്ചസാരയും നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണല്ലോ. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 1 ലിറ്റർ പാലിവിടെ എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും പൊങ്ങി വന്ന പാല് താഴ്ന്ന് കിട്ടിക്കോളും. പിന്നെ ഇത് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും പാലൊക്കെ നല്ലതുപോലെ റെഡ്യൂസ് ചെയ്ത് എൻ്റെ പകുതിയായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈവിടാതെ 10 മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുക്കുക. വശങ്ങൾ പറ്റിപ്പിടിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ഇളക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് 10 മിനിറ്റോളം ഇളക്കുമ്പോഴേക്കും ഇതുപോലെ പതഞ്ഞ് കിട്ടിക്കോളും. നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് പാനിൽ നിന്ന് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പേട ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.